ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ഇനി കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ്? ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതോടെ രാഹുലിനെ കുരുക്കുമുറുകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വിവാദ കൊടുങ്കാറ്റായ ലൈംഗികാരോപണം ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങുന്നതോടെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. അതോടെ രാഹുലിനെതിരെ കുരുക്കുമുറുകുന്ന അവസ്ഥയുണ്ടാകും. അതോടൊപ്പം രാഹുലിന്റെ രാജി എന്ന ആവശ്യത്തിനും മൂർച്ചകൂടും. അതേസമയം രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കുമ്പോഴും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടെ ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് രാഹുലിന്റെ അവകാശമാണ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസന്റെയും രാഹുൽ എന്തിന് സഭയിൽ വരാതിരിക്കണമെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും പ്രസ്താവനകൾ ഇതിന്റെ സൂചനയാണ്. രാഹുലിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ മാധ്യമപ്രവർത്തകയുടെയും അതിജീവിതയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ടുള്ള റിനിയുടെ പോസ്റ്റും ഇതോടൊപ്പം ചർച്ച ചെയ്തു പോകണം. ഒപ്പം രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള CPI വനിതാ നേതാവിന്റെ പോസ്റ്റും സമൂഹം ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പരാതികളിലേക്കും അന്വേഷണങ്ങളിലേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേന്ദ്രീകരിച്ച് പുറത്തുവന്ന ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൽകപ്പെട്ട പരാതികളിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. ഇതുവരെ ലഭിച്ച 6 പരാതികളിൽ ഒരു പരാതിക്കാരനായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനിൽ നിന്ന് മൊഴിയെടുക്കുന്ന അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ചവരെയും നേരിൽ കണ്ടേക്കും. ഈ ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചവർ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായാൽ ആ പരാതിയും കണക്കിലെടുക്കും. ഇതോടെ ഇരയാക്കപ്പെട്ടവർ നേരിട്ട് പരാതി നൽകിയില്ല എന്ന സാങ്കേതികത്വത്തിന് വിരാമമാകും. അത് രാഹുലിന് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാകും രാഹുലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ഈ ഘട്ടത്തിൽ നേരിട്ടുള്ള പരാതി കൂടി കിട്ടിയാൽ അത് രാഹുലിന്റെ പ്രതിരോധങ്ങളെ ഏതർത്ഥത്തിൽ സ്വാധീനിക്കുമെന്ന് പറയാനാകില്ല. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കാണാനാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ നീക്കം നടത്തുന്നത്. രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ച യുവതി നേരിട്ട് പരാതി നൽകിയിട്ടില്ല എങ്കിലും മൊഴി നൽകിയേക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന് യുവതി പറയുന്ന ശബ്ദ സന്ദേശം അടിസ്ഥാനമാക്കിയാണ് ഷിൻഡോ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ ശബ്ദത്തിന്റെ ആധികാരികത തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അത് അന്വേഷണത്തിന് തിരിച്ചടിയാകും. ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും. കൂടാതെ മറുവശത്തുള്ള വ്യക്തി പരാതി നൽകാതെ അന്വേഷണം മുന്നോട്ടു പോകുകയുമില്ല. ഈ സാഹചര്യത്തിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നിയമസഭയിൽ എത്തിക്കാനുള്ള അണിയറ നീക്കം സജീവമാണ്. ഇക്കാര്യത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസന്റെയും പ്രസ്താവനകൾ ഏറെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്തു പോകണം. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എന്ത് തെറ്റാണ് എന്നാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം. ഇതിനേക്കാൾ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തെ MLA-മാരായി ഇരിക്കുമ്പോൾ രാഹുൽ എന്തിന് സഭയിൽ വരാതിരിക്കണമെന്ന പ്രകാശിന്റെ ചോദ്യത്തിലും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന പ്രസ്താവനയിലും വലിയ സൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സഭയിൽ വരുന്നത് രാഹുലിന്റെ അവകാശമാണ് എന്ന എം ഹസന്റെ പ്രസ്താവന രാഹുലിനെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുമ്പോഴും രാഹുലിന് സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ്. ഇതിനിടയിലും രാജി എന്ന മുറവിളിയുമായി CPM-ഉം BJP-യും പ്രക്ഷോഭങ്ങളും തുടരുന്നു. രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടക്കുമ്പോൾ പാലക്കാടിന്റെ രാഷ്ട്രീയ ഭൂമിക സംഘർഷഭരിതമാകുമെന്ന് ഉറപ്പാണ്. അതിനിടെ രാഹുലിന്റെ രാജി എന്ന ഇടതുപക്ഷത്തിന്റെ സമര തീജ്വാലകൾക്ക് മുകളിൽ വെള്ളം കോരിയൊഴിച്ചാണ് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ CPI വനിതാ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവിയുടെ പോസ്റ്റിൽ പരോക്ഷമായി രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനൊപ്പം പ്രത്യക്ഷമായി മാധ്യമങ്ങൾക്കെതിരെ ഗുരുതര വിമർശനവും ആരോപണവും ഉണ്ടായിരുന്നു. സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങളെന്ന ഗൗരവതരമായ ആരോപണമായിരുന്നു ശ്രീനയുടേത്. ഒരു പരാതിയുമില്ലാത്ത തന്നെ വിളിച്ച് പരാതിയുണ്ടോ എന്ന് ചോദിക്കുകയും പരാതി പറയാമോ എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞ ശ്രീന രാഹുലിനെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കാൻ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് പറയാതെ പറയുകയാണ്.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നലെയും ഇന്നുമായി പുറത്തുവന്ന 2 സമൂഹ മാധ്യമ പോസ്റ്റുകൾ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിലൊന്ന്, ബലമായി ഗർഭഛിദ്രത്തിന് ഇരയാക്കപ്പെട്ട അതിജീവിതയെ താൻ കണ്ടുവെന്ന് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ പറയുന്നതാണ്. രാഹുൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്ന് പറയപ്പെടുന്ന അതിജീവിത ഒരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും താൻ കണ്ടുവെന്നും ആധികാരികമായാണ് ലക്ഷ്മി വെളിപ്പെടുത്തുന്നത്. അതിഭീകരമായ മാനസിക ട്രോമയിൽ കഴിയുന്ന പെൺകുട്ടി പരാതി കൊടുക്കാൻ പോലുമുള്ള മനക്കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിന് ലീഡാകും. ഒപ്പം അതിജീവിതയ്ക്ക് ധൈര്യം പകരുന്ന പോസ്റ്റുമായി ഇന്ന് ആദ്യം രാഹുലിന്റെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ച റെനി ആൻഡ് ജോർജ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ചേർത്തു നിർത്തലുകളെല്ലാം ധൈര്യം പകർന്നാൽ അതിജീവിത നേരിട്ട് പരാതി നൽകുമോ എന്ന് കണ്ടറിയണം. അങ്ങനെ സംഭവിച്ചാൽ അത് രാഹുലിനെ ഊരാക്കുടുക്കായി മാറും. ആരോപണ പ്രത്യാരോപണങ്ങളും സൈബർ യുദ്ധവും അരങ്ങ് തകർക്കുമ്പോഴും 2 ആഴ്ചയോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കാൻ കോൺഗ്രസ് തലത്തിൽ തന്നെ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലോളം എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നും രാഹുൽ ഏതു തരത്തിലാണ് ഈ പ്രതിസന്ധി മറികടക്കുക എന്നും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.